അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമ. ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, നാം നമ്മുടെ അദബിൻ്റെ ക്ലാസ്സിലാണുള്ളത്. എല്ലാ ആളുകളും കൃത്യമായി ക്ലാസ് വീക്ഷിക്കുകയും അത് ശ്രദ്ധിക്കുകയും അത് കൃത്യമായി പഠിക്കുകയും ചെയ്യുക എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. എല്ലാവരും കിതാബെടുത്തുകൊണ്ട് ക്ലാസ് ശ്രദ്ധിക്കുക. ഇന്ന് നമ്മൾ എടുക്കുന്നത് നമ്മളെ പുതിയ പാഠം ജസാഉൽ വാലിദൈനി, മാതാപിതാക്കളുടെ പ്രതിഫലം അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സമ്മാനം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ജസാ പ്രതിഫലം, സമ്മാനം എന്നൊക്കെ അർത്ഥം ഉണ്ടോ? ശ്രദ്ധിക്കും. വലിത്തു സഗീറൻ ലഈഫൻ ലാ അഖ്ദിറു അലാ അമലിൻ വലാ ആകുലു ബിനഫ്സി വലാ അശ്റുബു ബിനഫ്സി വലാ തകല്ലമു വലാ ഫഹമു ഫഹനത് അലയ്യ ഉമ്മി വഅർളഅത്നി വനസിയത് നഫ്സഹാ ലിനഫ്സി. വലിത്തു ഞാൻ ജനിച്ചു, വലിത്തു ഞാൻ ജനിച്ചു, സഗീറൻ ചെറിയ കുട്ടിയായി, സഗീർ അല്ലേ, ചെറിയ കുട്ടിയായിട്ട് ഞാൻ ജനിച്ചു. ലഈഫൻ ബലഹീനനായ, ഒരു ശക്തിയുമില്ലാത്ത, ചെറിയ കുട്ടികൾ ഭയങ്കര ശക്തിക്കാരം അല്ലല്ലോ, അപ്പോൾ ഒരു ശക്തിയുമില്ലാത്ത ബലഹീനൻ, ബലമൊന്നുമില്ലാത്ത എന്നർത്ഥം ബലഹീനൻ. ലഈഫ്, ലഈഫിൻ്റെ ജംഅ് ളുഅഫാ കേട്ടോ, ലഈഫിൻ്റെ ജംഅ് ളുഅഫാ. അപ്പോൾ വലിത്തു ഞാൻ ജനിച്ചു, സഗീറൻ ചെറിയ കുട്ടിയായിട്ട്, ലഈഫൻ ബലഹീനനായിട്ടും, ലാ ഖദിറു എനിക്ക് സാധിച്ചിരുന്നില്ല, അലാ അമലിൻ ഒരു പണിയും, അലാ അമലിൻ ഒരു ജോലിയും, ഒരു പണി എടുക്കാനും എനിക്ക് കഴിഞ്ഞിരുന്നില്ല, അതിന് ചെറിയ കുട്ടിയല്ലേ. വലാ ആക്കുലു ഞാൻ ഭക്ഷിക്കുകയില്ല, ബിനഫ്സി സ്വന്തമായിക്കൊണ്ട്, സ്വയം അല്ലേ, സ്വന്തം എനിക്ക് ഭക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല. വലാ അഷ്റബു ഞാൻ കുടിക്കുമായിരുന്നില്ല, ബിനഫ്സി സ്വന്തമായിക്കൊണ്ട്, സ്വയം എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല എന്നർത്ഥം. വലാ തകല്ലമു ഞാൻ സംസാരിച്ചിരുന്നില്ല, വലാ ഫഹമു എനിക്കത് ഒന്നും മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടില്ല. ഫഹനത്ത്, അപ്പം അങ്ങനെ ഒരു ചെറുപ്പത്തിലുണ്ടാകുക നമ്മളെല്ലാവരും. ഫഹനത്ത്, അപ്പം എൻ്റെ ഫഹനത്ത് അലയ്യ, അലയ്യാണ് എൻ്റെ മേൽ, അപ്പം എൻ്റെ മേൽ അനുകമ്പ കാണിച്ചു. ഹനത്ത്, ഹന എന്ന് പറഞ്ഞാൽ അനുകമ്പ കാണിക്കുക, സ്നേഹം കാണിക്കുക, നമ്മളോട് എന്ത് കാണിക്കുക, ഒരു സ്നേഹം കാണിക്കുക. ഫഹനത്ത് സ്നേഹം കാണിച്ചു, അനുകമ്പ കാണിച്ചു, അലയ്യ എൻ്റെ മേലിൽ, ഉമ്മീ എൻ്റെ ഉമ്മ, വഅർളഅത്നി വഅർളഅത് ആ ഉമ്മ മുല തന്നു അല്ലേ, അർളഅന മുല യൂട്ടുക, നീ എനിക്ക് മുല ഊട്ടി, എനിക്ക് മുല തന്നു, പാല് തന്നു എന്നർത്ഥം. വനസിയത് നഫ്സഹ ലിനഫ്സി, വനസിയത് എൻ്റെ ആ ഉമ്മ മറന്നുപോയി, നഫ്സഹ എൻ്റെ ഉമ്മയുടെ സ്വന്തം ശരീരം ഉമ്മ മറന്നു, ലിനഫ്സി എൻ്റെ ശരീരത്തിന് വേണ്ടി. അപ്പോൾ എന്നെ നോക്കാൻ വേണ്ടിയിട്ട് ഉമ്മയുടെ ശരീരം പോലും മറന്നു. വഹജറത്ത് ആ ഉമ്മ വെടിഞ്ഞു, റാഹത്തഹ ആ ഉമ്മയുടെ എന്താണ് റെസ്റ്റ് ഉമ്മയുടെ റെസ്റ്റ് ഉമ്മ വെടിഞ്ഞു, എന്തിന്, റാഹത്തി എൻ്റെ റെസ്റ്റിന് വേണ്ടി, എൻ്റെ വിശ്രമത്തിന് വേണ്ടി. ഇപ്പം ഹജറത്ത് ഉമ്മ വെടിഞ്ഞു, റാഹത്ത ഉമ്മയുടെ വിശ്രമം, ഉമ്മയുടെ റെസ്റ്റ്, റാഹത്തി എൻ്റെ വിശ്രമത്തിന്, എൻ്റെ റെസ്റ്റിന് വേണ്ടി. ഫക്കം എത്രയെത്രയാണ്, അപ്പോൾ എത്രയെത്രയാണ്, സഹറത്ത് ആ ഉമ്മ ഉറക്കമൊഴിച്ചത്, സഹറ എന്ന് പറഞ്ഞാൽ ഉറക്കമൊഴിക്കുക, ഉറങ്ങാതിരിക്കുക എന്നർത്ഥം. ഫക്കം എത്രയെത്രയാണ്, സഹറത്ത് ഉമ്മ ഉറങ്ങാതിരുന്നത്, ലയാലി രാത്രികൾ, എത്രയെത്ര രാത്രികളിലാണ് ഉമ്മ ഉറങ്ങാതിരുന്നത്. ഫക്കം എത്രയെത്ര, ഫക്കം തൈബത്ത് എത്രയെത്ര ക്ഷീണിച്ചു, ഫിന്നഹാരി പകലിൽ, രാത്രികളിൽ എത്രയെത്ര ഉറക്കമൊഴിച്ചിരുന്നു ഉമ്മലെ, പകലിൽ എത്രയെത്ര ക്ഷീണിച്ചു. വകുന്തു ഞാനായി, വകുന്തു ഞാനായി ലഹ ഉമ്മക്ക് ഷുഗലൻ ഒരു ജോലിയായി, ഇന്നെ നോക്കലിൻ്റെ പണി ഇല്ലേ, വേറൊരു പണിയില്ല. അപ്പോൾ വകുന്തു ഞാനായിത്തീർന്നു ലഹ ഉമ്മക്ക് ഷുഗലൻ ഒരു ജോലിയായിത്തീർന്നു, ഒരു പണിയായിത്തീർന്നു. വഹദീസൻ ഒരു സംസാരവുമായിത്തീർന്നു. ഇതാ മരിയൽത്തു അങ്ങനെ ഞാൻ രോഗിയായാൽ,
എനിക്ക് വല്ല രോഗവും പിടിപെട്ടാൽ ത്വാറ അന്നൗമു, ത്വാറ പാറിപ്പോകും ഉമ്മയെ തൊട്ട് അന്നവും ഉറക്കം ഉമ്മയെ തൊട്ട് പാറിപ്പോകുന്ന പറഞ്ഞാൽ ഉമ്മാക്ക് പിന്നെ ഉറക്കം ഉണ്ടാവില്ല അല്ലേ. കുട്ടിക്ക് രോഗം വന്നാൽ പിന്നെ ഉമ്മക്ക് എന്തില്ല, ഉറക്കമില്ലാതെ കുട്ടീനെ നോക്കണ പണി തന്നെ ആയിരിക്കും. അപ്പോൾ ഫൈദാ മരിയൽത്തു, എനിക്ക് രോഗം പിടിച്ചാൽ, ഞാൻ രോഗിയായാൽ ത്വാറ അൻഹ, ഉമ്മയെ തൊട്ട് പാറിപ്പോകും അന്നവും ഉറക്കം. ഫൈദാ ദാഖത്ത് ത്വാമൻ ഫമാ ദാഖത്ത്, പിന്നെ ഉമ്മ രുചിക്കുകയില്ല. ദാഖ യദൂക്ക് പറഞ്ഞാൽ രുചിക്കുക, തിന്നൂല എന്നർത്ഥം. ഫമാ ദാഖത്ത്, രുചിക്കുകയില്ല ഉമ്മ ത്വാമൻ, ഒരു ഭക്ഷണത്തെയും പിന്നെ രുചിക്കൂല. വല ഷറാബൻ, ഒരു പാനീയത്തെയും ഒരു വെള്ളത്തെയും ഉമ്മാക്ക് പിന്നെ കുടിക്കാൻ തോന്നൂല. വൈദാ സക്കത്തു, ഇനി ഞാൻ മിണ്ടാതിരുന്നാലോ, ഞാനൊരു ദിവസം മിണ്ടുന്നില്ല, കളിക്കുന്നില്ല അല്ലേ, അങ്ങനെ ഞാൻ മിണ്ടാതിരുന്നാൽ ഇഹ്തമ്മത്ത്, ഉമ്മാക്കത് വളരെയധികം മനപ്രയാസമാകും. ഇഹ്തമ്മത്ത് എന്നാൽ ഹമ്മ്, മനപ്രയാസം. ഇഹ്തമ്മത്ത്, ഉമ്മാക്കത് വലിയ മനപ്രയാസമുണ്ടാക്കും. ഇഹ്തമ്മത്ത് കേട്ടോ, മനപ്രയാസമുണ്ടാക്കുക. വഖാലത്ത്, ഉമ്മ പറയും, മാ ബാലുക്കയാ ബുനയ്യ മാദാ അസ്കതക വലിമാദാ ലാ തതകല്ലമു അതഷ്കു വജഅൻ ഔ അഗ്ലബക അഹദുൻ. ഖാലത്ത്, ഉമ്മ ചോദിക്കും, മാ ബാലുക്ക, എന്ത് പറ്റി, നിൻ്റെ അവസ്ഥ എന്താണ്, നിനക്കെന്ത് പറ്റി മോനെ, യാ ബുനയ്യ, എൻ്റെ കുഞ്ഞുമോനെ, എൻ്റെ ചെറിയ കുഞ്ഞെ, നിനക്കെന്ത് പറ്റി, മാതാ, എന്താണ്, അസ്കതക്ക, നിന്നെ മിണ്ടാതിരുത്തിയ സംഗതി എന്താണ്, നീ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് എന്തിനാണ്, നിന്നെ മിണ്ടാതിരുത്തിയ സംഗതി എന്താണ്, ലിമാത, എന്തുകൊണ്ട്, ലാത്തക്കല്ലമോ, നീ സംസാരിക്കുന്നില്ല, എന്തുകൊണ്ടാണ് നീ സംസാരിക്കാത്തത് മോനെ, നിനക്കെന്ത് പറ്റി മോനെ, നിന്നെ മിണ്ടാതിരുത്തിയ സംഗതി എന്താണ് മോനെ. അതഷ്കു, നീ ആവലാതി പറയുകയാണോ, വജഅൻ, വല്ല വേദനയും, എവിടെയെങ്കിലും എന്തെങ്കിലും വേദന എടുക്കുന്നുണ്ടോ മോനെ അല്ലേ. അതഷ്കു, നീ പരാതി പറയുന്നോ, ആവലാതി പറയുകയാണോ, വജഅൻ, വേദനയെ, അപ്പം നിനക്ക് വല്ല വേദനയുണ്ടോ എന്നർത്ഥം. ഔ, അല്ലെങ്കിൽ അഗ്ലബക, നിന്നെ ദേഷ്യം പിടിപ്പിച്ചോ, അഹദുൻ, ആരെങ്കിലും, മറ്റാരെങ്കിലും നിന്നെ ദേഷ്യം പിടിപ്പിച്ചോ, നിനക്ക് വേണ്ടാത്തത് ചെയ്തോ മോനെ എന്നിങ്ങനെ ചോദിക്കും. വൈദാ ബക്കൈത്തു, ഇനി ഞാൻ കരഞ്ഞാലോ, വൈദാ ബക്കൈത്തു, ഇനി ഞാനെങ്ങാനും കരഞ്ഞാൽ, ജഅത്ത് തജിരി, ജഅത്ത്, ആ ഉമ്മ വരും, തജിരി, ഓടി വരുന്ന, ജഅത്ത് തജിരി, ഉമ്മ ഓടി വരും. ഫില്ലൈലി, രാത്രി സമയങ്ങളിൽ, തതകല്ലമു, ഉമ്മ സംസാരിക്കും, മഈ, എൻ്റെ കൂടെ സംസാരിക്കും, വതുലാഹിക്കുനി, എൻ്റെ കൂടെ ചിരിക്കും. ലഹക്ക, എൻ്റെ ലാഹക്ക എന്നുള്ള ഒപ്പം ചിരിക്കുന്ന അർത്ഥം. തുലാഹിക്കുനി, എന്നോട് കൂടെ ഇരുന്ന് ഉമ്മ ചിരിക്കുകയും ചെയ്യും രാത്രി സമയങ്ങളിൽ. അങ്ങനെ വലമ്മാ ദഖൽതു ഫിസ്സിന്നിൽ ഖാമിസത്തി കാനത്ത് തതഹദ്ദസു മഈ ഫില്ലൈലി, ഫലമ്മാ ദഖൽതു, ഞാൻ പ്രവേശിച്ചപ്പോൾ, ഫിസ്സനത്തിൽ ഖാമിസത്തി, 5-ാമത്തെ വർഷത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് 5 വയസ്സായപ്പോൾ എന്നർത്ഥം. ഞാൻ 5-ാമത്തെ വർഷത്തിൽ പ്രവേശിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ, എനിക്ക് 5 വയസ്സ് പ്രായമായപ്പോൾ എന്നർത്ഥം. കാനത്ത്, ആ ഉമ്മയായിരുന്നു, തതഹദ്ദസു, സംസാരിക്കുമായിരുന്നു, മഈ, എൻ്റെ കൂടെ ഇങ്ങനെ സംസാരിക്കും, ഫില്ലൈലി, രാത്രി സമയങ്ങളിൽ എൻ്റെ കൂടെ എന്ത് ചെയ്യും, ഉമ്മ ഇങ്ങനെ സംസാരിക്കും. വഖദ് അറഫ്തുല്ലാഹ വറസൂലഹു ഫി ഹദീസിഹ, വഖദ് അറഫ്തുല്ലാ, നിശ്ചയം ഞാൻ അള്ളാഹുവിനെ മനസ്സിലാക്കി, അള്ളാഹുവിനെ ഞാൻ അറിഞ്ഞു, വറസൂലഹു, അള്ളാഹുവിൻ്റെ തിരുദൂതർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചും ഞാൻ പഠിച്ചു, ഞാൻ മനസ്സിലാക്കി, ഫി ഹദീസിഹ, ആ ഉമ്മയുടെ സംസാരത്തിൽ നിന്ന്. നമ്മളാദ്യമായി അള്ളാഹുവിനെക്കുറിച്ചും റസൂലിനെക്കുറിച്ചൊക്കെ കേൾക്കുന്നത് എവിടുന്ന, ഉമ്മയുടെ കഥകളിൽ നിന്നാണ്, ഉമ്മ പറയുന്ന സംസാരങ്ങളിൽ നിന്നാണ്. അതാണ് പറയണത്, വഖദ് അറഫ്തുല്ലാഹ, ഞാൻ അള്ളാഹുവിനെ അറിഞ്ഞത്, അള്ളാഹുവിനെ മനസ്സിലാക്കി, വറസൂലഹു, അള്ളാഹുവിൻ്റെ പ്രവാചകനെയും ഞാൻ മനസ്സിലാക്കിയത്, ഫി ഹദീസിഹ, ആ ഉമ്മയുടെ സംസാരത്തിൽ നിന്നാണ്. വസമിയത്തു, ഞാൻ കേട്ടു, ഖിസസൻ, ഒരുപാട് കഥകൾ, ഖസസെന്നുമുണ്ട് കഥകൾ, കസീറത്തൻ, ഒരുപാട് കഥകൾ ഞാൻ ഉമ്മയിൽ നിന്നും കേട്ടിട്ടുണ്ട്. വസമിയത്തു മിൻഹ, ആ ഉമ്മയിൽ നിന്നും ഞാൻ കേട്ടിട്ടുണ്ട്. വഅനാല ഫിറാഷി, ഞാൻ എൻ്റെ വിരിപ്പിൽ ഇങ്ങനെ ആയ സ്ഥിതിയിൽ, ഞാൻ എൻ്റെ വിരിപ്പിലാണ്. ഫിറാഷ് ജമ്മ് ഫുറുഷ്, ഫിറാഷും ജമ്മ് ഫുറുഷ് അല്ലേ. ഖിസസിന് കഥകൾ, അപ്പം അതിൻ്റെ ജമ്മ് അവിടെ വരുന്നത്, അല്ലെ മുഫ്രദ് അവിടെ വരുന്നത്, കിസ്സത്ത് ഇബ്രാഹിം നബിയുടെ ഖിസ്സ ഉണ്ടല്ലേ. അപ്പോൾ ഖിസസിൻ്റെ മുഫ്രദ് ഖിസ്സ. അപ്പോൾ സമയത്തു, ഞാൻ കേട്ടു, മിന്ന, ഉമ്മയിൽ നിന്നും, അന അല ഫിറാഷി, ഏതവസ്ഥയിൽ, ഞാൻ എൻ്റെ വിരിപ്പിലായിരിക്കുന്ന അവസ്ഥയിൽ, ഞാൻ അങ്ങനെ കിടക്കും, അങ്ങനെ കഥ പറഞ്ഞു തരും. എന്ത് ഞാൻ കേട്ടു, ഖിസ്സത്ത് ഇബ്രാഹിം നബിയുടെ ചരിത്രം ഞാൻ കേട്ടു. കൈഫുൽ ഖിയ ഫിന്നാരി,
എങ്ങനെയാണ് ഇബ്രാഹിം നബിയെ തീയിൽ ഇടപെട്ടത് അല്ലേ? നമ്രൂദിൻ്റെ തീ കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബിയെ എങ്ങനെ ഇടപെട്ടു എന്നൊക്കെ ഞാൻ ആ ഉമ്മയിൽ നിന്നും കേട്ടു. ഫസ്വാറത്ത് എങ്ങനെ ആ തീ പിന്നെ ഫസ്വാറത്ത് അങ്ങനെ ആ തീ ആയിത്തീർന്നു. ആ തീ ആയിത്തീർന്നു ബർദൻ എന്തായി തണുപ്പായി മാറി വസലാമൻ രക്ഷയുമായി മാറിയത് എങ്ങനെയാണ് എന്നൊക്കെ ഞാൻ എൻ്റെ ഉമ്മയിൽ നിന്നാണ് എന്തായത് കേട്ട് പഠിച്ചത് എന്നർത്ഥം. നാറും ജമ്മ് നീറാൻ കേട്ടോ, നാറിൻ്റെ ജമ്മ് നീറാൻ. അതുപോലെ വജ്ജ എന്ന് നേരത്തെ പറഞ്ഞിട്ടില്ലേ എന്ത് വേദന, അതിൻ്റെ ജമ്മ് ഔജാഴ് എന്നാണ് കേട്ടോ, വജുവിൻ ജമ്മ് ഔജാഴ്. അപ്പം ഇൻഷാ അല്ലാ ഇത്രയും ഭാഗം എല്ലാ കുട്ടികളും കൃത്യമായി കേൾക്കുകയും അതിലുള്ള പ്രധാനപ്പെട്ട വാക്കർത്ഥങ്ങളും മറ്റും ജമ്മു മുഫ്രദുകൾ പറഞ്ഞത് അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ നോട്ടിൽ എഴുതി വെക്കുകയും ഇൻഷാ അല്ലാ എഴുതി വെച്ചത് കാണിച്ചു തരികയും ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് തരുന്ന വർക്കുകളൊക്കെ കൃത്യമായി അതിൻ്റെ സമയത്ത് തന്നെ ഉസ്താദുമാർ പറയുന്ന സമയത്ത് തന്നെ ആ വർക്കുകളൊക്കെ കൃത്യമായി നിങ്ങൾ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഉസ്താദുമാർക്ക് കാണിച്ചു കൊടുക്കണം. അള്ളാഹു നിങ്ങൾക്ക് എല്ലാ ഖൈറും ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.